നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് ജ്യോതിർഗമയിലേക്ക് വീണ്ടും സ്വാഗതം. വൈവിധ്യമാർന്ന ജീവിതഗന്ധിയായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അവയെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ചില കാര്യങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ജ്യോതിർഗമയിലൂടെ നമ്മൾ നടത്തുന്നത്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ അത്രയും പ്രാധാന്യമർഹിക്കുന്നതാണ്. എങ്ങനെയാണോ ഒരു വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ അതിൽ ഇന്ധനത്തിൻ്റെ പ്രാധാന്യമുള്ളത്. ജീവിതത്തിൻ്റെ അർത്ഥമന്വേഷിക്കുന്ന ഈ പരമ്പരയിൽ പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈസി ലൈഫ്. ജീവിതത്തെ നമ്മൾ പലപ്പോഴും സങ്കീർണമാക്കി തീർക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ജീവിതം ലളിതമാണോ അതോ സങ്കീർണമാണോ? ഇന്നീ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ വളരെ പ്രഗത്ഭനായ മാനേജ്മെൻറ്റ് ട്രെയിനറും ലൈഫ് കോച്ചുമായ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ മാനേജ്മെൻറ്റ് ക്ലാസ്സസ് നടത്തിയിരുന്ന, ഇന്ന് ബ്രഹ്മകുമാരീസിൻ്റെ നെടുന്തൂണായിക്കൊണ്ട് രാജ്യം മുഴുവൻ പല ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ബ്രഹ്മകുമാർ ഗിരീഷ് ഭായി നമ്മോടൊപ്പമുണ്ട്. ഗിരീഷ് ഭായി, ഇന്നത്തെ ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും സ്വാഗതം. നമസ്കാരം. ഞാനൊരു കോട്ട് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ വായിക്കേണ്ടായി. ലൈഫ് ഈസ് ആക്ച്വലി വെരി സിമ്പിൾ, ബട്ട് വി മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. When we choose the right things, life becomes easy, and when we choose the wrong, life becomes difficult. അപ്പോൾ എനിക്ക് ഒരു ചിന്ത വന്നു, എന്താണ് ഈസി, എന്താണ് ഡിഫിക്കൽട്ട്? തെറ്റായിട്ടുള്ളത് ഏത് കാര്യമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഏതാണ് ശരിയായിട്ടുള്ളത് ചൂസ് ചെയ്യേണ്ടത്? പ്രഭാത് ഭായ് പറഞ്ഞത് വളരെ ഒരു ബ്യൂട്ടിഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫിൻ്റെ കോട്ടായിരുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം ഫ്രം ടൈം ഇമ്മെമ്മോറിയൽ നോക്കിയാൽ, പണ്ട് കാലം മുതലേ ഇതുവരെ ലേറ്റസ്റ്റ് നമ്മൾ പറയുന്നത് കണ്ടംപററി ഈ ജീവിതം നോക്കിയാലും മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം തന്നെയായിരുന്നു ലൈഫ് ഈസി ആക്കാൻ. ഫോർ എക്സാമ്പിൾ, പക്ഷേ നിങ്ങൾ പറഞ്ഞ മാതിരി ഇന്ന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി, കുറേ സ്ട്രെസ്ഫുള്ളായി. അതെന്തുകൊണ്ടായി അതും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ സയൻസ് ടെക്നോളജീൻ്റെ ഉദാഹരണം എടുത്താൽ, ഒരു കാലമുണ്ടായിരുന്നു, സേ ഫോർ എക്സാമ്പിൾ ഏർലി 1900 ആ സമയത്ത് റൈറ്റ് ബ്രദേഴ്സ് വിചാരിച്ചു ക്യാൻ മാൻ ഓൾസോ ഫ്ലൈ ലൈക്ക് ബേർഡ്സ്. അതിൻ്റെ മുമ്പ് നമുക്ക് എയറോപ്ലെയിൻ ഉണ്ടായിരുന്നില്ല. ടുഡേ വി ഹാവ് എയറോപ്ലെയിൻസ്. ഇന്ന് ബോംബെയിൽ നിന്ന് കൊച്ചിനിൽ വരാണ്ടെങ്കിൽ എനിക്ക് 2-2.5 മണിക്കൂറായിട്ട് വിത്തിൻ 2.5 hours I can reach Cochin. So life has become very easy as far as technology, science goes. I'll give you another example. ഒരു കൂടി ഉദാഹരണം തരാം. ഇന്ന് ഒരു 20 ഇല്ലെങ്കിൽ 40 കൊല്ലം മുമ്പേ നമ്മൾ നോക്കിയാൽ ടെലിഫോൺ, മനുഷ്യന് ടെലിഫോണിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കേണ്ടി വരുമായിരുന്നു. At that time it was all wired phones. Today എത്ര പോക്കറ്റ് ഉണ്ട് അത്രമാത്രം നമ്മുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ട്. And there is no wire. Everything is Wi-Fi, everything is mobile technology. So life has become easy. If you look at health science, ഒരു കാലം ഉണ്ടായിരുന്നു മെഡിക്കൽ സർവീസസ് റീച്ചിൻ്റെ ബിയോണ്ട് ആയിരുന്നു. അപ്പം ഫാറ്റാലിറ്റി കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നു. ഇപ്പം വി ഹാവ് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. ഹോസ്പിറ്റലിൽ കയറിയാൽ മതി, നിങ്ങളുടെ മൊത്തം സ്കാൻ, CT സ്കാൻ, MRI സ്കാൻ, ECG, EEG, വി ഹാവ് എവറിഥിങ് ആസ് ഓഫ് നൗ. പക്ഷേ നമ്മൾ ലൈഫിൻ്റെ റിയാലിറ്റി നോക്കിയാൽ, ഓൺ വൺ ഹാൻഡ് ഇറ്റ് ലുക്സ് യെസ് വി ഹാവ് പ്രോഗ്രസ്ഡ് എ ലോട്ട്, നമ്മൾ കുറേ ഡെവലപ്പും ചെയ്തു. പക്ഷേ ലൈഫ് ഈസിയും ആയിട്ടില്ല. ഒരുപാട് കോംപ്ലിക്കേറ്റ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും മുമ്പ് ഈ കത്ത് എഴുതിയിട്ട് വേണം, ചിലപ്പോൾ ഈ ഫോണിൻ്റെ മുമ്പ് കറക്റ്റ് കത്ത് എഴുതിയിട്ട് വേണം. പക്ഷെ അന്ന് കുറച്ചും കൂടി ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. റൈറ്റ്. സോ എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഒരു ഡയമെൻഷനിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്തിട്ടില്ല. ആ മിസ്സിങ് ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് വേണം ലൈഫിനെ ഈസി ആക്കാൻ. സോ
അക്കോർഡിംഗ് ടു മീ നമ്മൾ ഒരു ഏരിയയിൽ മാത്രമേ നമ്മൾ കുറേ പ്രാധാന്യം കൊടുത്തു, കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇൻ ഇംഗ്ലീഷ് അതിൻ്റെ ഇഫ് ഐ നീഡ് ടു ടെൽ യു, എക്സ്റ്റേണൽ വേൾഡ്, നമ്മളുടെ മനുഷ്യ ജീവിതത്തിന് പുറത്തേ ഉള്ള വേൾഡിൽ നമ്മൾ കുറേ ബുദ്ധി ഉപയോഗിച്ചു, കുറേ നമ്മൾ അതിൻ്റെ പ്രാധാന്യം കൊടുത്തു, കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇറ്റ് കുഡ് ബി സ്പേസ് ടെക്നോളജി, ഇറ്റ് കുഡ് ബി ന്യൂക്ലിയർ ടെക്നോളജി, ഇറ്റ് കുഡ് ബി ഇൻഫർമേഷൻ ടെക്നോളജി, ഇറ്റ് കുഡ് ബി എനി ടെക്നോളജി, സയൻസ് ടെക്നോളജി, മെഡിക്കൽ സയൻസ് നോക്കിയാലും ശരി, ട്രാൻസ്പോർട്ടേഷൻ ഏരിയയിൽ നോക്കിയാലും ശരി. പക്ഷെ വൺ ഏരിയയിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അത് കാരണം വെച്ചിട്ടാണ് നമ്മളുടെ ലൈഫ് ഈസി ആവുന്നില്ല. ആ ഒരു ടെക്നോളജിയിലും നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചും കൂടി നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്താൽ, ആ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോബബ്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഈസി ലൈഫ്, പണ്ട് കാലം മുതലേ നമ്മളുടെ ഉദ്ദേശം ഈസി ആയിരിക്കണമായിരുന്നു, വേഗം വേഗം കാര്യങ്ങൾ നടക്കണം, നമുക്ക് അസുഖം വരാൻ പാടില്ല, അസുഖം വന്നാലും വേഗം ശരിയാവണം, വേഗം നമ്മളെ കത്ത് എത്തണം, ഒരു സെക്കൻഡിൽ നമുക്ക് റിപ്ലൈ കിട്ടണം. ഇതെല്ലാം ഒരു 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 സ്ഥിതിയിൽ നോക്കിയാൽ ഇതെല്ലാം നമ്മൾ അച്ചീവ് ചെയ്തു. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ്, ആസ് യു സെഡ്, നമ്മൾ അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയി, അത്രമാത്രം നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, അത്രമാത്രം നമുക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട്, അത്രമാത്രം നമുക്ക് ക്ഷമാഭാവില്ല, അത്രമാത്രം നമുക്ക് പേഷ്യൻസ് ഇല്ല. ആ മിസ്സിങ് ഡയമെൻഷൻ ഈസ് ഇന്റേണലി നമ്മൾ പ്രോഗ്രസ് ആയിട്ടില്ല. നമ്മൾ കുറേയും കൂടി ഔട്ട് ഡിപ്പെൻഡൻ്റ് ആയി, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല. ദിസ് ഇന്റേണൽ എക്സ്റ്റേണൽ എന്താണ് അതിൻ്റെ ഒരു, അതിനൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ അതിനെങ്ങനെ പറയും? ഇന്റേണൽ ലൈഫ് പറഞ്ഞാൽ ഇൻ സിമ്പിൾ ലാംഗ്വേജ് അതിനൊരു നോമൻക്ലേച്ചർ, ഒരു ശബ്ദം കൊടുക്കണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ വീക്കായി പോയത്, എവിടെയാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ല, നമ്മുടെ സ്പിരിച്വൽ ലൈഫ് കോൺസെൻട്രേഷൻ വെച്ചിട്ട്, വളരെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ സ്പിരിച്വൽ ലൈഫിനും കൂടിയും പ്രോഗ്രസ് ചെയ്യാനുള്ള ശ്രമം, പഠിപ്പ്, പ്രാക്ടീസ്, ട്രെയിനിങ്, ഇതിനൊന്നും നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. സോറി ടു ഇൻറ്ററപ്റ്റ്. ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, 2 നേരം ചിലപ്പോൾ പോവും, ഞാൻ വേറെയും പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ വിചാരിക്കുന്നത് ഞാൻ സ്പിരിച്വൽ ആണ്. ബട്ട് ദ റിയാലിറ്റി ഈസ് മൈ ലൈഫ് ഈസ് വെരി വെരി കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻ പോവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ മനസ്സിലാക്കി സ്പിരിച്വാലിറ്റി, ബ്രദർ പറഞ്ഞ സ്പിരിച്വൽ പ്രോസസ്സിൽ അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ മനസ്സമാധാനം കിട്ടുന്നില്ല, നമ്മുടെ ലൈഫ് ഈസി ആവുന്നില്ല. ബട്ട് ഫസ്റ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഒരു ബാലൻസ്, എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ. മാൻ ഈസ് ഇൻട്രാക്ടിങ് വിത്ത് എക്സ്റ്റേണാലിറ്റീസ്. അത് സയൻസ്, ടെക്നോളജി ആവാം, എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഗ്രോത്ത് ആവാം, ഫിസിക്കൽ ലൈഫിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ടാവാം, സൊസൈറ്റൽ ലൈഫിൽ ഫാമിലി, ഫ്രണ്ട്സ്, അവരുടെ കൂടെ എൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതിനെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ഡൗൺ ടു സ്പിരിച്വാലിറ്റി, ആ സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് അങ്ങനത്തെ ട്രെയിനിങ് പ്രോഗ്രാംസോ അങ്ങനത്തെ ഒരു എഫേർട്ട്, ഞാൻ കുറച്ച് നേരം എൻ്റെ ജീവിതത്തിൽ കുറച്ച് സ്പിരിച്വൽ ആവാൻ നോക്കുന്നുണ്ട്, ഐ ഷുഡ് പ്രാക്ടീസ് മോർ ഓഫ് സ്പിരിച്വാലിറ്റി, അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എൻ്റെ സ്കൂൾ ലൈഫിൽ ഇത് പഠിപ്പിച്ച് കൊടുക്കുന്നില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, ലിറ്ററേച്ചർ, എയറോനോട്ടിക്കൽ സയൻസ്, ന്യൂക്ലിയർ ഫിസിക്സ്, ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഈ സ്കൂൾ പഠിപ്പിൽ ഇല്ലെങ്കിൽ, കോളേജ് എഡ്യൂക്കേഷനിൽ ഇല്ലെങ്കിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ കുറച്ച് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്തോളം വന്നിട്ടില്ല, ആയിട്ടില്ല. ആ സമയം, ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ എങ്ങനെ ബ്രദർ ഗിരീഷ് ഹാസ് ടു ബി പീസ്ഫുൾ, അതിൻ്റെ ട്രെയിനിങ് പഠിപ്പിച്ചു തന്നിട്ടില്ല. യു ആർ യൂസിങ് ദ വേർഡ് ട്രെയിനിങ് അഗൈൻ ആൻഡ് അഗൈൻ. സ്പിരിച്വാലിറ്റിയിൽ ഞാൻ കേട്ടിടത്തോളം കുറച്ച് സ്പിരിച്വൽ പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ചില റിച്വൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ഒരു പ്രത്യേക മന്ത്രം, എനിക്ക് ഇഷ്ടപ്പെട്ട മന്ത്രമുണ്ട്, അത് ഞാൻ ചൊല്ലും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും, ചിലപ്പോൾ ഞാൻ ഉപവാസം ചെയ്യും, ഇതെല്ലാം ഞാൻ ചെയ്യും.
But you were speaking about practicing something. കറക്റ്റ്. So, what is it that we have to practice? ഞാൻ ഉപവാസം ചെയ്യുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട്. അഗെയിൻ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ. Mm-hmm. When we speak about spirituality, when I am speaking about internal practice, very simple ആയിട്ട് നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? ഞാൻ മനസ്സിലാക്കിത്തോളം മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം ലൈഫ് വളരെ ഈസി ആക്കാനാണ്. നമ്മൾ ഇൻറ്റേർണലി ഈസി ആയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, റൈറ്റ്? ഞാൻ ബ്രദറോട് പറഞ്ഞു ഈ കാര്യം ചെയ്യണം, ഫോർ സം റീസൺ നിങ്ങളത് ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ, മറന്നുപോയി. അത് നിങ്ങൾ കാര്യം ചെയ്തിട്ടില്ല. ആ സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങൾ വൈകുന്നേരം വന്നിട്ട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഈ കാര്യം ചെയ്തിട്ടില്ല, ആൻഡ് യു സെഡ് സം റീസൺ വിച്ച് ഐ ഡിഡ് നോട്ട് ലൈക്ക്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്താവും? നോർമലി ഒരു വ്യക്തിക്ക് ദേഷ്യം വരും. ക്വസ്റ്റ്യൻ, ഈ ദേഷ്യം വരാണ്ടിരിക്കാനുള്ള ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. എനിക്ക് ലീനിയർ ഇക്വേഷൻ മനസ്സിലായിട്ടില്ല. ഞാൻ ടീച്ചറോടത്ത് പോയിട്ട് പറഞ്ഞു. ടീച്ചർ എനിക്ക് വളരെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സിമിലർലി സ്കൂളിലോ എവിടെയെങ്കിലും എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇതുവരെ ഏതെങ്കിലും ടീച്ചർ കുട്ടീനെ ഇരുത്തിച്ചിട്ട് അൺടിൽ അൺലെസ് ഇറ്റ് ബിക്കംസ് എ റിയൽ എക്സ്ട്രീം സിറ്റുവേഷൻ, ദേഷ്യപ്പെടാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല പറഞ്ഞു. അതെങ്ങനെ പാടില്ല? അതിൻ്റെ ട്രെയിനിങ് ആ ടീച്ചറോ ഇല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ഏതെങ്കിലും കോച്ചോ അങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ? I think that is quite natural, that is why. ദേഷ്യം. ദാറ്റ് മീൻസ് ഞാൻ എൻ്റെ ജീവിതം അകത്തുനിന്ന് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി, പക്ഷെ പുറത്ത് ജീവിതം ഞാൻ വളരെ ഈസി ആയിട്ട് ആക്കാൻ പരിശ്രമിക്കുന്നു. ഈ രണ്ടിൻ്റെയും ബാലൻസ് എതുവരെ വരത്തില്ല. ഇഫ് ദ ബാലൻസ് ഇസ് നോട്ട് ക്രിയേറ്റഡ്, നമ്മൾ ലൈഫ് ഈസി ആയിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഈസി ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഐ ഗിവ് യു വെരി സിമ്പിൾ എക്സാമ്പിൾ. ഫോറിൻ കൺട്രിയിൽ, ഗൾഫ് കൺട്രിയിൽ പ്രോഗ്രാം ചെയ്തിട്ട് തിരിച്ച് ഒരു ഹോട്ടലിന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടുന്ന് താഴെ റിസപ്ഷൻ ഏരിയയിൽ വരുമ്പം എനിക്ക് ഒരു ഫോൺ കോൾ കിട്ടി നെക്സ്റ്റ് പ്രോഗ്രാമിൻ്റെ ലോജിസ്റ്റിക്സ് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട്. ഞാൻ ആ റിസപ്ഷൻ ഏരിയയിലെത്തുമ്പം ഞാൻ കണ്ടു ഒരു ബ്രദറിൻ്റെ നെയിം പ്ലേറ്റ് വെച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. അപ്പോൾ ആ ബ്രദർ എന്നെ വളരെ സ്നേഹത്തോടെ ഗ്രീറ്റ് ചെയ്തു. പറഞ്ഞു 2 മിനിറ്റ് നിൽക്കാൻ, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. സോ ദ മൊമെൻറ്റ് ഐ ബോർഡഡ് ദ വെഹിക്കിൾ, ആ ഡ്രൈവർ ഒരു ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി ആയിരുന്നു. ജനറലി ഡ്രൈവർ അങ്ങനെ ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു സ്ട്രേഞ്ചറായിട്ട് ഇത്ര സംസാരിക്കില്ല. പക്ഷേ ഹി വാസ് എ വെരി സോഷ്യൽ പേഴ്സൺ. ഇമീഡിയറ്റ്ലി ആ ഡ്രൈവർ ബ്രദർ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഹി ആസ്ക്ഡ് മീ വൺ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ഡു? Now let me tell you how complicated we make our easy life. Generally, ഒരു സാധാരണ സിറ്റുവേഷനിൽ ബ്രദർ ഗിരീഷ് വുഡ് ഹാവ് ആൻസേർഡ്, ഞാനൊരു ഇൻ്റർനാഷണൽ ട്രെയിനറാണ്, ഞാനൊരു ലൈഫ് കോച്ചാണ്, ഞാൻ വളരെ വളരെ നല്ല ഓഡിയൻസ് ഫോറംസ്, ബ്യൂട്ടിഫുൾ കോർപ്പറേറ്റ് പ്രോഗ്രാംസ് എല്ലാം ചെയ്യാറുണ്ട്. Now look at the complication that I create. അകത്തും നമുക്ക് ഈസി ആവണം, പുറത്തും നമ്മൾ ഈസി ആവണം. So I gave a very easy answer to the driver brother. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഓഡിയൻസോട് സംസാരിക്കും. I talk to people. So when I talk to people, it's a very simple answer. I am a trainer. I am of international fame. Look at the complexity. Now that post, the designation is giving meaning to my life. Now again I am dependent on to my that tag of an international trainer. ആ ഇന്റർനാഷണൽ ട്രെയിനറാണ് എനിക്ക് സുഖം തരുന്നത്. Now look, internally ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ പുറത്ത് നമ്മൾ വളരെ ഈസിയായി. ജനറലി ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ സംസാരിക്കുന്നുണ്ട്, അപ്പം ദാറ്റ് ഈസ് നോട്ട് എ വെരി കാച്ചി സ്റ്റഫ്. Then you will not be impressed by me. So I will say, okay, fine, this is a normal person, let him speak. I mean, he is not very, something to be looked upon. ഞാനൊരു നല്ലൊരു ഞാൻ ഇൻ്റർനാഷണൽ ട്രെയിനറാണ്, ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പേഴ്സൺ. സോ ഐ ആം ട്രൈങ് ടു സോറി ടു ഇൻറ്ററപ്റ്റ് യു. ഞാൻ പല സിറ്റുവേഷനിൽ ഇത് കണ്ടിട്ടുണ്ട്. ആൾക്കാർ ദേ കോൺഷ്യസ്ലി ക്രിയേറ്റ് എ ഹൈപ്പ് ബൈ ഞാനിതാണ് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ദേ ഗെറ്റ് എ സാറ്റിസ്ഫാക്ഷൻ ഓൾസോ. അതിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴും ദാഹമുണ്ട്. ഐ എം നോട്ട് കണ്ടെൻറ്റഡ്.
Isn't it a basic psychology of humans? All of us have this craving for recognition or being wanted by everyone, being looked upon. ഗിരീഷ് ഭായി പറയുന്ന അതാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. യാ, എനിക്കിപ്പോഴും ആഗ്രഹങ്ങളുണ്ട്, എനിക്കിപ്പം ദാഹമുണ്ട്. അത് തീരാത്ത ഒരു ദാഹമാണ്. അത് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, ഇമ്മീഡിയറ്റ്ലി ഐ വോണ്ട് വൺ മോർ, ഇമ്മീഡിയറ്റ്ലി ഐ വോണ്ട് വൺ മോർ. അതിൻ്റെ അർത്ഥം ദർ ഈസ് സർട്ടൻ കോംപ്ലിക്കേഷൻ ഇൻസൈഡ് യുവർ ബോഡി. സേ ഫോർ എക്സാമ്പിൾ ബോഡി കെമിസ്ട്രി ഡിസ്റ്റർബ് ആവുന്നുണ്ട്, അതുമാതിരി തന്നെ നമ്മളുടെ ഒരു ആത്മീയ കെമിസ്ട്രി ഉണ്ട്, ഒരു ആത്മീയ ബാലൻസ് ഉണ്ട്. അതിൽ ഇംബാലൻസ് വരുമ്പോൾ അന്ന് എനിക്ക് വേണം, ഇനിയും വേണം. സൊസൈറ്റി എന്നെ നല്ലതായിട്ട് കാണണം. എന്താ വെച്ചാൽ ഞാൻ സ്വയം തന്നെ നല്ലതായിട്ട് എന്നെ കാണുന്നില്ല. ദാറ്റ് മീൻസ് ഐ ഹാവ് ആ ദാഹമുണ്ട്. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഒരു അക്നോളജ്മെന്റ് കിട്ടിയാലേ എനിക്ക് ഒരു ഫീൽ ഗുഡ്. കറക്റ്റ്. ദാറ്റ് മീൻസ് ഐ എം നോട്ട് ഗുഡ് ബൈ മൈസെൽഫ്. ഐ ഡോണ്ട് ഫീൽ ഗുഡ് ബിക്കോസ് ഐ ഡിഡ് എ ഗുഡ് വർക്ക്. ആ ഗുഡ് വർക്ക് നാളെ ആൾക്കാർ കാണണം, അതിൻ്റെ എനിക്ക് റിക്കഗ്നിഷൻ കിട്ടണം. നാളെ ആൾക്കാർ എൻ്റെ ദേ ഷുഡ് പാറ്റ് മൈ ഷോൾഡേഴ്സ് ആൻഡ് സെഡ് വാവ് യു ഡിഡ് എ മാർവലസ് ജോബ്. അപ്പോഴാണ് എനിക്ക് ആ സുഖം കിട്ടുന്നത്. അതില്ലാത്ത സ്ഥിതി വരെ എനിക്ക് സുഖമില്ല. സോ ഐ ഡിഡ് നോട്ട് എൻജോയ് മൈ വർക്ക്, ഐ ഡിഡ് നോട്ട് എൻജോയ് ദ പ്രോസസ്. ബ്രദർ പറഞ്ഞത് ഇതെല്ലാം നാച്ചുറൽ ആണ്. അത് കേൾക്കുമ്പം എനിക്ക് കുറച്ചൊരു എന്താ പറയുക ഡിസ്ഹാർട്ടൻമെന്റ് ഫീലിംഗ് വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ആ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഉപവാസം ചെയ്യുക, അമ്പലത്തിൽ പോവുക, പക്ഷെ ഇതും കൂടി ശരിയാക്കണം. ഇതാണ് റിയൽ സ്പിരിച്വാലിറ്റി. അത് ഞാൻ കുറച്ച് റിലീജിയസ് ആയിട്ട് എൻ്റെ ധർമ്മപ്രകാരം ഞാൻ ഓരോരോ ചിട്ടകൾ ചെയ്യുന്നുണ്ട്. തെറ്റൊന്നുമില്ല അതിൽ. നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ധർമ്മപ്രകാരം അത് ചെയ്യാം. ഐ എം നോട്ട് സെയിങ് യു ഷുഡൻറ്റ്. ബട്ട് അതിൻ്റെ കൂടെ ഈസി ആക്കണം. ഈസി ഞാൻ ആ പറഞ്ഞ എൻ്റെ എക്സ്പീരിയൻസ് ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ ഡ്രൈവർ ബ്രദറോട് പറഞ്ഞു ഞാൻ സംസാരിക്കും. സോ ഹി ഷുഡ് ഹാവ് സ്റ്റോപ്ഡ് ദി ക്വസ്റ്റ്യൻ. ഐ മീൻ ഐ എം നോട്ട് എ ഇംപ്രസീവ് ക്യാരക്ടർ. ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു പേഴ്സണാണ്. ഇരുന്നോ, എനിക്ക് നിങ്ങളോട് അത്ര സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ആ ബ്രദർ ഹി ആസ്ക്ഡ് മീ അനദർ ക്വസ്റ്റ്യൻ. ഹി ആസ്ക്ഡ് മീ വാട്ട് ഡു യു സ്പീക്ക്? നിങ്ങൾ എന്താ ആൾക്കാരോട് സംസാരിക്കുന്നത്? സോ അഗെയിൻ ലുക്ക് അറ്റ് ദി കോംപ്ലിക്കേഷൻ. ഞാൻ വേണമെങ്കിൽ ഞാൻ പറയായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ടോപ്പിക്സ്, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, ചേഞ്ച് മാനേജ്മെൻറ്റ്, ഇൻസൈറ്റ് സെഷൻസ്, ഇങ്ങനെയുള്ള കുറേ കാച്ചി ശബ്ദങ്ങൾ നമ്മൾ കോയിനെല്ലാം ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പോൾ അഗെയിൻ മുമ്പ് ഉള്ള ആൾക്കാർ ഇംപ്രസീവ് ആവും. ഓ ഹീസ് എൻ എക്സ്പേർട്ട് ഇൻ ലീഡർഷിപ്പും പിന്നെ മോട്ടിവേഷനും ബിഹേവിയറൽ സയൻസും. പക്ഷെ ഞാൻ അഗെയിൻ ഒരു വളരെ ഈസി ഉത്തരം കൊടുത്തു. ഞാൻ ആ ബ്രദറോട് പറഞ്ഞു, ഞാൻ നല്ല കാര്യങ്ങൾ സംസാരിക്കും. ലീഡർഷിപ്പും നല്ല തന്നെയല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കും. അപ്പം ദ ബ്രദർ ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ദെയർ. ഹി ആസ്ക്ഡ് മീ അനദർ ക്വസ്റ്റ്യൻ. അവർ ചോദിച്ചു, നിങ്ങൾ നല്ല നല്ല എന്താ കാര്യങ്ങൾ സംസാരിക്കുന്നത്? വാട്ട് ഗുഡ് ഡു യു സ്പീക്ക് ടു ദി ഓഡിയൻസ്? ഐ വാസ് ലിറ്റിൽ നൗ കൺഫ്യൂസ്ഡ്. ഇനി എന്താ ഞാൻ പറയേണ്ടത്? അപ്പോൾ ഇനി സിമ്പിളായിട്ട് എന്താ പറയേണ്ടത്? ഇനി അതിൻ്റെ കാട്ടും ഞാൻ സിമ്പിളായിട്ട് പോകാൻ പറ്റൂല. സോ സഡൻലി ആ ബ്രദർ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് ചൂടെടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു യെസ്, ഐ എം റിയലി ഫീലിംഗ് ലിറ്റിൽ ചൂടുണ്ട്. അപ്പം പറഞ്ഞു സോറി, ഞാൻ എ സി ഓൺ ആക്കാൻ മറന്നുപോയി വണ്ടിയിൽ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇത് എ സി ഓൺ ആക്കിക്കോളൂ. അപ്പോൾ എ സി ഓൺ ആക്കുമ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ ഒരു ക്ലൂ കിട്ടി, ആ ഉത്തരം എങ്ങനെ കൊടുക്കണം. ആ ഡ്രൈവർ ബ്രദറോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ കൺട്രിയിൽ ഭയങ്കര സമ്മർ ഡേയ്സിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഓ ഇറ്റ് ഈസ് എക്സ്ട്രീം ഹീറ്റ്, the temperature rises up to somewhere close to 50 degrees and അത് വളരെ ഇൻടോളറബിൾ ഹീറ്റാണ്. സോ ഞാൻ ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? അപ്പം അവർ ഉത്തരം കൊടുത്തു, നത്തിങ് ടു വറി, ഇവിടെ എല്ലാ സ്ഥലത്തും എ സി ആണ്. എന്താ പറയുക, ബസ് സ്റ്റോപ്പിൽ എ സി ആണ്, ബസ്സിലും എ സി ഉണ്ട്, സ്റ്റേഷനിലും എ സി ആണ്, റെയിൽവേ ട്രെയിനിലും എ സി ഉണ്ട്, എയർപോർട്ടും എ സി ആണ്, ഫ്ലൈറ്റിലും എ സി, ഷോപ്പിംഗ് മാളിലും എ സി ആണ്, എല്ലാ സ്ഥലത്തും എ സി ഉണ്ട്. വീടിലും എ സി ആണ്, ബാത്റൂമിലും എ സി ഉണ്ട്, കിച്ചണിലും എ സി ഉണ്ട്. ഞാൻ അവരോട് ഒരു ക്വസ്റ്റ്യൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉത്തരം കൊടുത്തു, മനുഷ്യ പുറത്തെ ചൂട്
മാനേജ് ചെയ്യാൻ എല്ലാ സ്ഥലത്തും AC ഫിറ്റ് ചെയ്തു. പക്ഷെ നമ്മളുടെ ഇതിൻ്റെ അകത്തെ ചൂട്, ദേഷ്യം, അതിനൊരു AC നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. Now the moment when we start thinking of building an inbuilt AC, ഈ നമ്മളുടെ ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ആങ്കർ, ഇൻടോളറൻസ്, ഇതിന് മാറ്റാൻ വേണ്ടി, മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു AC നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പ്രോബബ്ലി വി ഹാവ് നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. ഈ ഇംബാലൻസ് നമ്മുടെ ലൈഫിനെ കോംപ്ലിക്കേറ്റ് ആക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈസ് ഈക്വൽ ടു ക്യാൻ ഐ ബി ഗുഡ്? സ്പിരിച്വാലിറ്റീൻ്റെ ഈസി ഡെഫിനേഷൻ പറയാണ്, ക്യാൻ ഐ ബി ഗുഡ്? ഗുഡിൻ്റെ അർത്ഥം അഗെയിൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓഫ് കോഴ്സ്, ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഗുഡാണല്ലോ, അപ്പം ഞാൻ ശരിക്കും നല്ലതാണ് എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു സിറ്റുവേഷൻ തരട്ടെ. ഈ റൈറ്റും ഗുഡിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് ഇപ്പം വിചാരിച്ചു, വീട്ടിൽ കുട്ടി പഠിക്കുന്നില്ല, TV നോക്കുവാന്ന്, ഒരു 2 ദിവസം കഴിഞ്ഞ് എക്സാം ഉണ്ട്. ഞാൻ അച്ഛൻ ഇല്ലെങ്കിൽ ഞാൻ അമ്മ കുട്ടിയോട് വളരെ സ്നേഹത്തോട് പറഞ്ഞു, മോനെ TV സ്വിച്ച് ഓഫ് ആക്ക്, പഠിക്കുക. എക്സാം കഴിഞ്ഞിട്ട് നിനക്ക് എത്ര വേണമെങ്കിലും നോക്കിക്കോളല്ലോ. മീൻസ് ആഫ്റ്റർ എക്സാം യു ക്യാൻ വാച്ച് ഫോർ എനി നമ്പർ ഓഫ് അവേഴ്സ്. ക്വസ്റ്റ്യൻ, ജനറലി വീട്ടിൽ ആ കുട്ടി കേൾക്കുമോ? മീൻസ് കേൾക്കില്ല. അപ്പം ഞാൻ 2ാമത്തെ പ്രാവശ്യം പറഞ്ഞു, 3ാമത്തെ പ്രാവശ്യം പറഞ്ഞു. ജനറലി വാട്ട് വിൽ ഹാപ്പൻ ടു മീ ദെൻ? ദേഷ്യം വരും. ഞാൻ ദേഷ്യപ്പെട്ടു, കുട്ടീനെ കുറച്ച് ഒച്ചത്തിൽ, വേണമെങ്കിൽ ചെറിയ കുട്ടീനെങ്കിൽ 2 തല്ലും കൊടുത്തു, പിന്നെ ഒച്ചത്തിൽ പറഞ്ഞു പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം ചിലപ്പം ചെറിയ കുട്ടി കേൾക്കും. കറക്റ്റ്? നൗ മൈ ക്വസ്റ്റ്യൻ is this right and was this good? According to me, yeah, if I'm the parent, yeah, I did the right thing. correct. ഇവിടെയാണ് കോംപ്ലിക്കേഷൻ വരുന്നത്. ഞാൻ ഈസിയുമല്ല, ഞാൻ ഗുഡുമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത്, പക്ഷെ ഞാൻ 5-6 തവണ പതുക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ദേഷ്യപ്പെട്ടുള്ളൂ. I didn't do it the first time. Yeah, I understand. Correct. That means ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ വളരെ നല്ലപോലെ ഇത് അക്സെപ്റ്റ് ചെയ്തു. 1, 2, 3, 4, 5, 6 പ്രാവശ്യം പറഞ്ഞ സ്ഥിതിക്ക് മുമ്പത്തെ ആൾ കേട്ടിട്ടില്ലെങ്കിൽ the only option available with me is to get angry. Now this is where I call I'm not good inside. ഞാൻ ഈസി ആയിട്ടില്ല ഇതുവരെ, ഞാൻ എംപവേർഡ് ആയിട്ടില്ല. Now question is, നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നത് ഞാൻ ഗുഡാണ്, what I did is right. Now it looks as if this is right. ഈ ഹോൾ പ്രോസസ്സിൽ ഗുഡ് ആണോ ഇല്ലയോ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. റൈറ്റ്? ഈ ദേഷ്യപ്പെടുന്ന സ്ഥിതിക്ക് മെഡിക്കലി, ബയോളജിക്കലി, ഹ്യൂമൻ ആനട്ടമി, ഫിസിയോളജി വെച്ച് നോക്കുമ്പം കുറച്ച് ലോജിക്കായിട്ട് ഞാനൊരു ഉത്തരം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ബ്രദറോട്. വാട്ട് ഹാപ്പൻസ് ടു യുവർ ഇന്റേണൽ ബോഡി സിസ്റ്റം? ഞാൻ ദേഷ്യപ്പെട്ടു, ഗുഡാണോ ബാഡാണോ? ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ആസ് മൈ നോളജ് ഈസ് കൺസേൺഡ്, ഒരുപാട് റോങ് ഹോർമോൺസ്, ബ്ലഡ് പ്രഷർ കൂടും, BP, പിന്നെ നെഗറ്റീവ് ഹോർമോൺസ് എല്ലാം സീക്രീറ്റ് ആവും. നൗ ക്വസ്റ്റ്യൻ ഈസ്, ബ്രദറല്ലേ ഇപ്പം പറഞ്ഞത് ഞാൻ ഗുഡാണ്, പ്ലീസ് ടെൽ മീ ഏത് ഡോക്ടറാണെന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റും വെൻ യു ഗെറ്റ് ആംഗ്രി ഗുഡ് ഹാപ്പൻസ് ടു യുവർ ബോഡി? നൗ ഈ അച്ഛൻ ഇസ് നോട്ട് ഗുഡ് ടു ഹിസ് ഓൺ ബോഡി, ദെൻ ഐ പ്രോക്ലെയിം എൻ്റെ മകൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ ദേഷ്യപ്പെടുന്നുള്ള. ലുക്ക് അറ്റ് ദി കോംപ്ലിക്കേഷൻ. ദെൻ ഐ എക്സ്പെക്ട് എൻ്റെ ലൈഫ് ഹെൽത്തി ആയിരിക്കണം. സോ ഹിയർ വാട്ട് യു മീൻ ഈസ്, ഞാൻ നല്ലതാണെങ്കിൽ എൻ്റെ ബോഡി ആൾസോ വിൽ റെസ്പോണ്ട് ഇൻ ദ ബ്യൂട്ടിഫുൾ വേ. നോട്ട് ഓൺലി യുവർ ബോഡി, എവറിഥിങ് അറൗണ്ട് യു ഹാസ് ടു ബി ഗുഡ് ബിക്കോസ് ഐ ആം ഗുഡ്. ഇപ്പം ഞാൻ ഇവിടെ ഭയങ്കര ചൂടാണ്, രാജസ്ഥാനിൽ സമ്മർ ഡേയ്സിൽ ഭയങ്കര ചൂടാണ്. ഞാനൊരു AC ഫിറ്റ് ചെയ്തു, അപ്പോൾ എല്ലാ സ്ഥലത്തും എനിക്ക് തണുപ്പ് കിട്ടും. ദെൻ ഐ നീഡ് നോട്ട് ഫൈറ്റ് വിത്ത് ഹീറ്റ്. All I need to do is to just put an AC under any circumstances. ഇനി എത്ര ചൂട് വന്നാലും ശരി, I don't have to worry about it. All I need to do is plug, switch on ചെയ്താൽ മതി. അത്രയും കൂടി ഈസിയാണ് ലൈഫ്. ഈ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് വരില്ലേ, അപ്പോൾ അതുപോലൊരു ലൈറ്റ് വരുന്ന അനുഭവം
എനിക്കിപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ ഇറ്റ് ഈസ് ഗെറ്റിംഗ് വെരി ഇൻട്രസ്റ്റിംഗ്. Yeah. ബട്ട് ടുഡേ അവർ ടൈം ഈസ് ലിമിറ്റഡ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബട്ട് വിൽ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ദിസ് ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ. ഇന്ന് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് എല്ലാ പ്രേക്ഷകരുടെയും ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. ലൈഫ് ഈസിയാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിൻ്റെ ഒരു ചെറിയ തുടക്കം നമ്മളിന്നിവിടെ ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഡിസ്കഷൻ നിങ്ങൾക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പല നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ചർച്ചയിൽ പൊങ്ങി വന്നു. ഇതിനിയും നമ്മൾ തുടരും. ജീവിതത്തെ സുഗമമാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന നമ്മുടെ ഏറ്റവും ആഴമേറിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസർച്ച് നമുക്ക് തുടർന്നേ മതിയാകൂ. ഈ യാത്രയിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്റ്റുഡിയോയിൽ നിന്നുള്ള എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.